അപ്പോൾ നമ്മൾ 10 ഡേയ്സ് ചലഞ്ചിൻ്റെ 5ാമത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് ഇന്നും നമ്മൾ ഡയറ്റ് വിത്ത് വർക്കൗട്ടാണ് ചെയ്തു പോകുന്നത്. നമ്മൾ ഇൻട്രോയിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതലായിട്ട് കിട്ടുകയുള്ളൂ. അത് കഴിഞ്ഞിട്ട് വർക്കൗട്ടിലേക്ക് വേണം. ഡയറക്റ്റ് നമ്മൾ ഓടി വർക്കൗട്ടിലേക്ക് പോയി കഴിയുമ്പോൾ പിന്നെയും കുറേ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞു പോകുന്ന കാര്യങ്ങളൊക്കെ കേട്ടതിന് ശേഷം അതിലേക്ക് പോകുന്നതാണ് കൂടുതലായിട്ട് നല്ലത്. പിന്നെ ഡിസ്ക്രിപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്യുക നിർബന്ധമായിട്ടും. അതിൽ ഞാൻ കുറേ ലിങ്കുകൾ, ഡയറ്റ് പ്ലാൻസ്, വർക്കൗട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഹെൽപ്ഫുൾ ആവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് ഇന്നത്തെ ഡയറ്റിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യമായിട്ട് വെയിറ്റ് ലോസ് ചെയ്യാൻ അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യാനൊക്കെ തുടങ്ങുന്ന ആളുകൾക്കും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ചലഞ്ച് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ വീഡിയോസ് അല്ലെങ്കിൽ ചാനലൊക്കെ കാണുന്നതെങ്കിൽ തൊട്ട് മുൻപുള്ള ദിവസങ്ങളിൽ ഇതിൻ്റെ മുൻപിലത്തെ വർക്കൗട്ടും ഡയറ്റൊക്കെ നമ്മൾ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യം മുതലേ കാണുക, ആദ്യം മുതലേ ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഡയറ്റിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മളെ ഇന്നത്തെ വർക്കൗട്ടിൽ നമ്മൾ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ 30 സെക്കൻഡ് വർക്കൗട്ട്, 20 സെക്കൻഡ്, 25 സെക്കൻഡ് റെസ്റ്റ്, ആ രീതിയിലൊക്കെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മളത് 40 സെക്കൻഡ് വർക്കൗട്ടാണ്. റെസ്റ്റിംഗ് ടൈം 20 സെക്കൻഡ് ആക്കുകയാണ്. അതായത് വർക്കൗട്ടിൻ്റെ ടൈം കുറച്ചുകൂടി കൂട്ടി ആ രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. ഒരുപാട് ഹെവി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഡയറ്റിലേക്ക് കിടക്കാം. അതായത് ഗ്രീൻ ടീ കുടിച്ചുകൊണ്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റത്തെ എന്ന് പറയുമ്പോൾ വർക്കൗട്ടിന് മുമ്പായിട്ട് നിങ്ങൾക്ക് കഴിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ വർക്കൗട്ടിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഫ്രഷ് ജ്യൂസ് വിത്തൗട്ട് ഷുഗറിൽ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്, കുഴപ്പമില്ല, നല്ലതാണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റിന് നിങ്ങൾ നിർബന്ധമായിട്ടും ഇലക്കറികളൊക്കെ ആഡ് ചെയ്തുകൊണ്ട് ഒരു ഓംലേറ്റ് ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഹാഫ് ബോയിൽ എഗ്, അതും അല്ലെങ്കിൽ ഒരു 2 എഗ് വൈറ്റെങ്കിലും നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്ന് നമ്മൾ ഇഡ്ഡലിയോ ദോശയൊക്കെ ആണെങ്കിൽ, ഇഡ്ഡലി ആണെങ്കിൽ 2 എണ്ണം, ദോശയാണെങ്കിൽ 1, ആ രീതി കഴിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കിയ ചപ്പാത്തിയൊക്കെ ആണെങ്കിൽ 1 ചപ്പാത്തി കഴിക്കാം. ഇതിൻ്റെ കൂടെ നിങ്ങൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ കണ്ടെത്തണം. അതായത് ഇപ്പോൾ വെജ് സലാഡ്, ഫ്രൂട്ട് സലാഡൊക്കെ നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ സലാഡൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഈ ഒരു കാര്യത്തിൻ്റെ കൂടെ കഴിക്കുക. ഇപ്പോൾ ഒരു ചപ്പാത്തിയുടെ കൂടെ കുറച്ചൊരു ബൗൾ സലാഡ് കൂടി കഴിക്കുമ്പം അതൊരു ക്വാണ്ടിറ്റി ആയി. നമുക്ക് അത്യാവശ്യം വിശപ്പ് മാറാനും അല്ലെങ്കിൽ കുറച്ച് വൈറ്റമിൻസും പ്രോട്ടീൻസും കിട്ടുന്നൊരു കാര്യം കൂടിയായി. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കഴിക്കുക. എഗ് വൈറ്റൊക്കെ മാക്സിമം ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ കോളിഫ്ലവർ, ബ്രോക്കോളി, ഇങ്ങനെയുള്ള വെജിറ്റബിൾസൊക്കെ മാക്സിമം നിങ്ങളൊന്ന് അറേഞ്ച് ചെയ്യുക. നമ്മൾ നോർമലി ഒരു ഭക്ഷണം കഴിച്ചു പോകുന്ന രീതിയിലുള്ളതുപോലെയല്ല ഇപ്പോൾ പോകുന്നത്. അപ്പോൾ നമുക്ക് സെലക്റ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോൾ, നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ കുറച്ച് റിസ്ക്കുകളൊക്കെ നമ്മൾ എടുക്കേണ്ടി വരും. അല്ലാതെ ഉള്ളത് മാത്രം കഴിച്ചു പോകുമ്പോൾ നമ്മളെ ബോഡിക്കും അത് പ്രതികൂലമായിട്ട് ബാധിക്കും. കാരണം നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് ശരീരത്തിന് ആവശ്യമുള്ള സാധനങ്ങളൊന്നും കിട്ടാതാകുമ്പോൾ അത് പിന്നീട് ചില രീതിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് തന്നെ നല്ല രീതിയിൽ ചെയ്തു പോവുക. പിന്നെ നിർബന്ധമായിട്ടും നമ്മൾ ഫസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ ഒരു 2.5 ലിറ്റർ കുറയാതെ ദിവസം വെള്ളം കുടിക്കണം. അതൊരു വിട്ടുവീഴ്ചയില്ലാത്ത കാര്യമാണ്. നിർബന്ധമായിട്ട് നിങ്ങൾ കുടിച്ചിരിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിനും ബോഡിക്കും മൈൻഡിനൊക്കെ ഒരുപാട് ഗുണം ചെയ്യുന്നൊരു കാര്യമാണ്. വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാതിരിക്കാനുള്ളൊരു കാര്യം കൂടിയാണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യമാണ്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ലഞ്ചാണ് വരുന്നത്. ലഞ്ചിന് നമുക്ക് ഇന്ന് നമ്മൾ അതായത് കഴിക്കുന്നത് 2 ചപ്പാത്തിയിൽ ഒതുക്കുക, 1 2 ചപ്പാത്തിയിൽ ഒതുക്കുക. ഇതല്ല നിങ്ങൾ ഫ്രൂട്ട്സ് മാത്രമാണ് കഴിക്കുന്നതെങ്കിലും കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഈ സമയങ്ങളുണ്ടല്ലോ, ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് അല്ലെങ്കിൽ ലഞ്ച്, ഡിന്നർ, ഈ ഇടയ്ക്ക് വരുന്ന സമയങ്ങളിലും കൂടി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. കൂടുതലായിട്ട് നമ്മൾ പറയുന്നത് എന്താണ്, കൂടുതൽ ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ള ഫുഡുകളൊക്കെ കഴിക്കാൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സലാഡ് കഴിക്കാം, ആൽമണ്ട് കഴിക്കാം, പീനട്ട് കഴിക്കാം. ഇതൊക്കെ ഏതെങ്കിലും രീതിയിൽ അറേഞ്ച് ചെയ്ത് കഴിക്കാം. അല്ലെങ്കിൽ ഫ്രൂട്ട്സ് തന്നെയാണെങ്കിൽ നമുക്ക് പല രീതിയിൽ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. ഇങ്ങനെയുള്ള ലൈറ്റായിട്ടുള്ള എന്തെങ്കിലും ഒരു സ്നാക്സ് പോലെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ലൈറ്റായിട്ട് ഇതിൻ്റെ ഇടസമയങ്ങളിൽ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു പോകുന്ന വർക്കൗട്ട് അത്ര ലോ ഇൻറ്റൻസിറ്റി ആയിട്ടുള്ള വർക്കൗട്ടല്ല, കുറച്ച് ഹൈ ആയിട്ടുള്ള വർക്കൗട്ടുകൾ തന്നെയാണ്. അപ്പോൾ ഇത്രയും വർക്കൗട്ടും ചെയ്ത് നമ്മളൊന്നും കിട്ടാതെ ആകുമ്പോൾ നമുക്ക് ക്ഷീണം, തലവേദന, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കുക. ലഞ്ചിൽ നിങ്ങൾക്ക് റൈസ് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കഴിക്കാം. നമ്മൾ റൈസ് ഇന്നും കൂടി കഴിക്കുന്നില്ല. പിന്നെ ബോയ്സിനൊക്കെ ആണെങ്കിൽ നമ്മൾ വേ പ്രോട്ടീൻസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ജിം വർക്കൗട്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഐസൊലേറ്റും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നല്ല ക്വാളിറ്റി ബ്രാൻഡുള്ള ഏതെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐസൊലേറ്റോ വേ പ്രോട്ടീൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു സ്കൂപ്പ് ഡെയിലി നിങ്ങളുടെ ഫുഡിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു രീതിയിൽ ആഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഷേക്കൊക്കെ ആയിട്ട് കഴിക്കാവുന്നതാണ്. നിങ്ങളുടെ ലഞ്ചിൻ്റെ ടൈമിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞല്ലോ, ലഞ്ചിൻ്റെ ടൈമിൽ നിങ്ങളിപ്പോൾ നോർമലി ചപ്പാത്തി, സലാഡ്, അതായത് കറികളൊന്നും കൂട്ടാതെയുള്ള കാര്യങ്ങളൊക്കെയാണ് കഴിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഷേക്ക് ഉണ്ടായി കഴിക്കാവുന്നതാണ്. അതായത് പഴവും പാലും കഴിക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് ആൽമണ്ട്, പീനട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഷേക്ക് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇനി വരുന്നത് നമുക്ക് ഡിന്നറാണ്. ഡിന്നറിനും ഈ കാര്യം തന്നെയാണ് പറയുന്നത്. അതായത് നല്ല രീതിയിൽ ഒരു ഷേക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിക്കുക. നിങ്ങൾക്ക് കുറച്ച് മിൽക്ക്, അതേപോലെ തന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്തുകൊണ്ട്, ആൽമണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തുകൊണ്ട് ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ഷേക്ക് ഡിസൈൻ ചെയ്യുക. അപ്പോൾ ഏതെങ്കിലും ഒന്നെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് കിട്ടുന്ന സാധനങ്ങൾ എന്താണോ അത് വെച്ചിട്ട് നല്ല രീതിയിൽ ഷേക്ക് കഴിക്കുക.
നമുക്ക് വേണമെങ്കിൽ സലാഡ് മാത്രമായിട്ട് സലാഡോ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ഫ്രഷ് ജ്യൂസ് മാത്രമായിട്ട് നൈറ്റ് കഴിക്കാവുന്നതാണ്. ചപ്പാത്തിയാണ് കൂടുതൽ ആളുകൾക്ക് കിട്ടാനുള്ളത്, അതുകൊണ്ട് തന്നെ ചപ്പാത്തി കഴിക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ ഓട്സ് ആയിരുന്നു വൈകിട്ട് കഴിച്ചിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചപ്പാത്തി കഴിക്കാം. ഒരു ചപ്പാത്തിയിൽ നിർത്തണം, അതിൻ്റെ കൂടെ സലാഡും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ ഇന്നത്തെ ഡയറ്റിനെ കുറിച്ച് പറഞ്ഞു പോകാനുള്ളത്. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോയിട്ട് തോന്നുന്നു. എന്തായാലും ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമുക്ക് ചെയ്തു പോകാനുള്ളത് വർക്കൗട്ടാണ്. വർക്കൗട്ടിന് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ഡ്യൂറേഷൻ കുറച്ച് കൂട്ടിയിട്ടുണ്ട്. അത് കാര്യമാകേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം.
അങ്ങനെ നമ്മൾ 5 ദിവസം ഇന്നത്തെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാവരും നല്ല രീതിയിൽ ഫോളോ ചെയ്യുന്നുണ്ട് വിചാരിക്കുകയാണ്. നിങ്ങൾക്കുണ്ടാവുന്ന പുതിയ പുതിയ അനുഭവങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓരോ ദിവസവും വ്യക്തമായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. ഡയറ്റ്, വർക്കൗട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് വീണ്ടും കാണാം.